ഒരു ഉത്സവം വന്നു കഴിഞ്ഞാൽ പിന്നെ വീട്ടിൽ വെപ്പും കൂടിയൊന്നും ഇല്ലേ? അങ്ങനെ ചിന്തിക്കരുത് കേട്ടോ. ഇത് പ്രസാദമാണ്, അമ്പലമാണ്. 3 നേരമൊക്കെ ഇവിടെ ഭക്ഷണം ഉണ്ട്, എന്നാലും അങ്ങനെ അല്ലല്ലോ. ഇത് എറണാകുളം ജില്ലയിലെ കോതാട് പനമറ്റം വേട്ടക്കരപ്പൻ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനത്തോടനുബന്ധിച്ചുള്ളതാണ് കേട്ടോ, നമ്മുടെ ദേശദേവന്റെ. ഇന്ന് ഇവിടെ പ്രധാന ചടങ്ങുകൾ എന്ന് പറയുമ്പോൾ നാളികേരമുടക്കലും കളമെഴുത്തും പാട്ടും താളത്തിൻ്റെ അകമ്പടിയോടുകൂടി. അത് ചെയ്യുന്നത് ഈ ഇരിക്കുന്ന കോമരം രാമചന്ദ്രൻ സ്വാമിയാണ്. ഇദ്ദേഹമാണ് 11 മിനിറ്റ് കൊണ്ട് ഏകദേശം 1001 അതിലധികവും നാളികേരം ഉടച്ചു തീർക്കുന്നത്. പിന്നെ കളമെഴുത്തും പാട്ടും. കളം മനോഹരമായ ഒരു വേട്ടക്കരപ്പൻ്റെ രൂപം ഇവിടെ തീർക്കും. അദ്ദേഹമാണ് അതിൻ്റെ ആള്, പാട്ടിൻ്റെ ഉസ്താദാണ്. പിന്നെ താലം കഴിഞ്ഞ് സ്വാമി എത്തി നൃത്ത ചുവടുകളോടെ ആ കളമൊക്കെ മായ്ച്ച് പിന്നീട് നാളികേരം ഉടയ്ക്കാൻ പോകും. ഇന്നത്തെ ദിവസം ചിലപ്പോൾ ഇതൊക്കെ ചിത്രീകരിക്കാൻ പറ്റും എന്ന് വരില്ല. കുഞ്ഞുവാവ് വന്നതിന് ശേഷം, സ്വരമോള് വന്നതിന് ശേഷമുള്ള ക്ഷേത്ര ചടങ്ങുകളിൽ പങ്കെടുക്കാൻ പറ്റുന്ന ആദ്യത്തെ ചടങ്ങായിരുന്നു ഇത് കേട്ടോ. നിർഭാഗ്യവശാൽ ഇന്നിപ്പോൾ ഞാനിവിടെ നിൽക്കുമ്പോൾ തന്നെ അമ്മയുടെ ചേച്ചി മരിച്ചു പോയെന്നൊരു അറിയിപ്പ് കിട്ടി. അപ്പോൾ കുഞ്ഞുവാവയ്ക്കടക്കം വിലയായിട്ട് വന്നു. എനിക്ക് കുഴപ്പമൊന്നുമില്ല, എങ്കിലും ക്ഷേത്ര ചടങ്ങുകളല്ലേ, അതിന് നമ്മളായിട്ടൊരു മനസ്സുകൊണ്ടൊരു ഭംഗം വരുത്തണ്ടല്ലോ എന്ന് കരുതി ഞാനും ഇപ്പം ഏകദേശം ഇവിടുന്ന് ഇറങ്ങുകയാണ്. രാവിലെ ഞാൻ പറഞ്ഞില്ലേ പാട്ട് പാടാൻ വന്ന ചേച്ചിമാര്, അവർ പാട്ടുകളൊക്കെ നല്ല മനോഹരമായിട്ട് പാടുന്നുണ്ട് കേട്ടോ. പക്ഷേ എനിക്ക് കുറച്ചു നേരം കൂടി ഇവിടെ ഇരിക്കാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. എങ്കിലും പുറത്ത് താലം സമയത്ത് നമുക്ക് കുറച്ച് വീഡിയോസൊക്കെ എടുക്കാം എന്ന് തോന്നുന്നു. അതായത് താലം കാണാൻ ആഗ്രഹമുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട്. സന്തോഷത്തോടെയാണ്, ഹാപ്പിയാണ്, ഹാപ്പി ലൈഫ്.